1894 ലയോ 13 പാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിന്താരത്തിഞ്ചിത്താസില് പൗരാണിക ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ 130 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് സ്വീകരിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ട് എനിക്ക്. ഇനിയുള്ള കാലങ്ങളിൽ ശ്രീയാൻ്റെ ഭാഷ പഠിക്കാനായിട്ട് എനിക്ക് കൃപ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം അത്രമാത്രം വിലപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ശ്രീയാൻ്റെ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ജിജച്ചിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തതിന് നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടായിരിക്കാം നമ്മളുടെ പൂർവികർ സുറിയാനി ഭാഷ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്? നമുക്കറിയാം, നമ്മളാകെ വെച്ച ഒരു കണ്ടീഷൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്പമൊക്കെ അസ്വസ്ഥരായത്, പാശ്ചാത്യ മിഷണറിമാരുടെ അസ്വസ്ഥരായത് അവർ സുറിയാനി ഭാഷയെ കയറി തൊട്ടുകളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ നമ്മളുടെ മേൽ അധികാരം പ്രയോഗിച്ചപ്പോൾ പോലും അവർ അതിനെ വലിയ കാര്യഗൗരവമായി പരിഗണിച്ചില്ല. പക്ഷേ സുറിയാനി ഭാഷയെ നിർത്തലാക്കിക്കൊണ്ട് ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥന തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യമായി വെസ്റ്റേൺ മിഷണറീസിനോട് ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം ആർക്കെങ്കിലുമൊക്കെ പറയാനായിട്ട് സാധിക്കുമെങ്കിൽ കൈ ഉയർത്തി ഇപ്പോൾ പറയാവുന്നതാണ്, ഇല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിനൊരു പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സുറിയാനി ഭാഷ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിൻ്റെ 4 പ്രധാനപ്പെട്ട കാരണം. ഈ 4 പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നമ്മുടെ സാംസ്കാരികപരവും നമ്മളുടെ മതാത്മകവുമായ നമ്മളുടെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. അത് രണ്ടും കൂടെ ഒന്നാണ്. അതായത് നമ്മുടെ സാംസ്കാരികവും നമ്മുടെ മതാത്മകവും, നമ്മുടെ റിലീജിയസ് ഐഡന്റിറ്റി, ഇത് രണ്ട്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റി. നമ്മൾ ഏത് നൂറ്റാണ്ടിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 1500 കാലങ്ങളിലാണ് ഈ വെസ്റ്റേൺ മിഷണറീസിനോട് ശക്തിയുക്ത എതിർത്ത് സുറിയാനി ഭാഷ നമുക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ മല്ലടിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ 16-ാം നൂറ്റാണ്ടിലാണ്. ഈ 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ നിന്ന് നമ്മളുടെ കൾച്ചറൽ ഐഡന്റിറ്റി, റിലീജിയസ് ഐഡന്റിറ്റി, ഇത് രണ്ടും പറയുകയാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ സുറിയാനിയായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മുടെ പിതാക്കന്മാർ കണ്ടത്. അത് ഞാൻ തെളിയിച്ചു തരാം. അതിനു മുമ്പ് എന്താണ് ഈ കൾച്ചർ, സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരുപാട് ഡെഫിനേഷനുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാലോ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ചു നോക്കിയാലോ ഒരുപാട് ഡെഫിനേഷൻസ് കൾച്ചറിനുണ്ട്. പക്ഷെ കൾച്ചറിന് വളരെ ലളിതമായ ഒരു ഡെഫിനേഷൻ ഈശോസഭക്കാരനായ ഫാദർ സാമുവൽ റായൻ പറഞ്ഞത് ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, കൾച്ചർ ഈസ് എ വേ ഓഫ് ലൈഫ് ആൻഡ് എ വ്യൂ ഓഫ് ലൈഫ്. നമ്മൾ ജീവിക്കുന്ന രീതിക്കും നമ്മൾ ജീവിതത്തെ കാണുന്ന വീക്ഷണകോണിനും പറയുന്ന 2 കാര്യങ്ങളാണ് കൾച്ചർ എന്നുള്ളത്. അതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ട് വരെ, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മളുടെ പൂർവ്വപിതാക്കൻ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ പുറകോട്ട് പോകുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ, അതുവരെ അവർ കണ്ടിരുന്നത് നമ്മുടെ സാംസ്കാരികപരവും മതപരമായ ഐഡന്റിറ്റിയെ സുറിയാനിയോട് ചേർത്ത് വെച്ചാണ് കണ്ടിരുന്നത്. അതിന് കാരണം എന്താണ്? അതിന് കാരണം പലതാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാരണം പറയാം. നമ്മളൊരു ചെറിയ ഒരു മൈനോറിറ്റി വിഭാഗമായിരുന്നു കേരളത്തിൽ. ഇന്നിപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ കണക്കെടുത്തപ്പോൾ നമ്മൾ 21-24% പിന്നീട് ഇപ്പം നമ്മളിപ്പോൾ ഒരു 17% മാറി. പക്ഷെ അന്നൊക്കെ നമ്മളൊരു ചെറിയൊരു മൈനോറിറ്റി വിഭാഗമാണ് ഈ 16-ാം നൂറ്റാണ്ടുകളിൽ. ആ കാര്യഗൗരവമായ ഒരു വിഭാഗമൊന്നുമല്ല. നമുക്ക് സാംസ്കാരികപരമായും സാമുദായികപരമായും ഒരുപാട് മുന്നേറ്റങ്ങൾ കേരളത്തിൽ 16-ാം നൂറ്റാണ്ടുണ്ടെങ്കിലും നമ്മളൊരു മൈനോറിറ്റി ഗ്രൂപ്പ് തന്നെയായിരുന്നു. അന്ന് ഇസ്ലാമിക വിഭാഗക്കാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും എല്ലാം കൂടി ഉള്ള ഒരു സമൂഹത്തിൽ നമുക്ക് നമ്മളുടെ കൾച്ചറൽ ഐഡന്റിറ്റി, ഞങ്ങളൊരു വിഭാഗമാണ്. കാരണം അത് കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വബോധത്തിന്റെ ഭാഗമായിരുന്നു. ഓരോരുത്തരും നായന്മാർ പറയുകയാണ് ഞങ്ങളൊരു വിഭാഗമാണ്.
ബ്രാഹ്മണന്മാർ പറയണം ഞങ്ങളൊരു വിഭാഗമാണ്, മുസ്ലിംസ് ഞങ്ങളൊരു വിഭാഗമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്ത പോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്തത് നമ്മളെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു. ഏത് ക്രൈസ്തവ വിഭാഗം? വെസ്റ്റ് ഏഷ്യ. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെസ്റ്റ് ഏഷ്യയിലുള്ള ക്രൈസ്തവരുമായിട്ട് യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ കണ്ടിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളവർക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയാം. ഈ വെസ്റ്റ് ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഏതാണ്? ആദ്യ നൂറ്റാണ്ടുകൾ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഈ 16-ാം നൂറ്റാണ്ടൊക്കെ വരുമ്പോൾ അതൊക്കെ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഏതൊക്കെയായിരിക്കും? ഒന്ന് ജെറുസലേമിൽ ഉണ്ട്. ജെറുസലേമിൽ വലിയ ഒരു ഏർലി ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഒരു പുരാതനമായ സമൂഹമുണ്ട്. അന്ത്യോക്യയിലുണ്ട്, ഇപ്പോഴത്തെ സിറിയ എന്ന് പറയുന്ന അന്ത്യോക്യയിലുണ്ട്. അലക്സാണ്ട്രിയ ഉണ്ട്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പറഞ്ഞത്, ഫ്രാൻസിസ് ആൻഡ് ഷാർലറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ ഉണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ട്. അത് റോമൻ എംപയറിന്റെ കീഴിലാണ്. ഞാൻ പറഞ്ഞത് ഈ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് വരുന്നത്. പിന്നെ ഏതാണ്? അലക്സാണ്ട്രിയ കൃത്യമായിട്ട് ഈജിപ്റ്റ് വെസ്റ്റ് ഏഷ്യൻ ഭാഗം അല്ലെങ്കിൽ പോലും ചില ചരിത്രകാരന്മാർ അതിനെ വെസ്റ്റ് ഏഷ്യയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഉണ്ട് എദ്ദേസ ഉണ്ട്. പിന്നെ നമ്മുടെ അബ്രാഹത്തിന്റെ നാടായിട്ടുള്ള മെസപ്പൊട്ടേമിയ ഉണ്ട്. പിന്നെ അറേബ്യൻ പെനിൻസുല, അത് നമുക്കറിയാലോ, ഇന്നത്തെ ഖത്താർ, സൗദി അറേബ്യ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വരുന്ന ഭാഗങ്ങളുണ്ട്. പേർഷ്യൻ എംപയർ ഉണ്ട്. ഇറാൻ, ഇപ്പോഴത്തെ ഇറാൻ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ എദ്ദേസ ഇറാഖിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയ ഇറാഖിലാണ് വരുന്നതെങ്കിൽ പേർഷ്യൻ എംപയർ ഉണ്ട്, അത് ഇറാനാണ്, ഇപ്പോഴത്തെ ഇറാനാണ്. പിന്നെ ഏഷ്യ മൈനർ, അതായത് ഗ്രീസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉള്ള എല്ലാം കൂടി. അപ്പൊ ഇങ്ങനെയുള്ള പുരാതനമായ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകളിലേക്ക് ആളുകൾ വന്ന് എപ്പോഴും ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു പശ്ചാത്തലത്തിൽ ആലോചിച്ച് നോക്കുക, 16-ാം നൂറ്റാണ്ട് വരെയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ മുസ്ലിംസ്, ഹൈന്ദവ പ്രാമുഖ്യമുള്ള അപ്പർ ക്ലാസ്സുകളും താഴെക്കിടയിലുള്ള ഉപവിഭാഗങ്ങളും എല്ലാം ഉള്ള സ്ഥലത്ത് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചിരുന്നത്, നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്തത് ഈ പുരാതന ക്രൈസ്തവ സമൂഹങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ പുരാതന ക്രൈസ്തവ സമൂഹങ്ങൾക്കൊക്കെ അവരുടെ ഭാഷകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അലക്സാണ്ട്രിയയിലുണ്ടെന്ന് പറഞ്ഞത്. അവർക്ക് ഏതായിരുന്നു അവരുടെ ഭാഷ? ഏതായിരുന്നു? ആദ്യകാലങ്ങളിൽ അവർക്ക് ഗ്രീക്ക് ആയിരുന്നു, പിന്നീട് അത് കോപ്റ്റിക് ആയിട്ട് മാറി. ആദ്യകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക്കും ഗ്രീക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിറ്റർജിക്കൽ കോപ്റ്റിക് ലാംഗ്വേജ് അവർക്ക് വന്നു. നമ്മുടെ എദ്ദേസയിലുള്ളവർക്കുള്ള ഭാഷ ഏതായിരുന്നു? ഈസ്റ്റ് സിറിയക്ക് ഉണ്ടായിരുന്നു, അന്ത്യോക്യയിലുള്ളവർക്ക് വെസ്റ്റ് സിറിയക്ക് ഉണ്ടായിരുന്നു, പാശ്ചാത്യ സുറിയാനികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഐഡന്റിറ്റി അവരുടെ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ മതബോധത്തെയും സാംസ്കാരിക ബോധത്തെയും കണക്ട് ചെയ്തത്, ഡിഫൈൻ ചെയ്തത് സുറിയാനിയുടെ വെളിച്ചത്തിലായിരുന്നു. അപ്പം ഈ സുറിയാനി നമ്മളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വത്വബോധം ഇല്ലാതായി പോകുന്നതായിട്ട് അവർക്ക് തോന്നി. ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ 16-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാവർക്കും സുറിയാനി നന്നായിട്ട് വായിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ആരാധനയിൽ മുഴുവൻ അതിന്റെ അർത്ഥങ്ങൾ അറിഞ്ഞ് പങ്കെടുക്കാവുന്നൊന്നുമില്ല. നമ്മളുടെ സ്വത്വബോധത്തിന്റെ ഭാഗമായി സുറിയാനി മാറിയിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതാവും, നമ്മുടെ സമുദായം ഇല്ലാതാവും, നമ്മൾക്ക് ഒരു മതബോധം ഇല്ലാതാവും എന്നുള്ള ചിന്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാരുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റി നമ്മൾ സുറിയാനിയായിട്ട് ലിങ്ക് ചെയ്താണ് 16-ാം നൂറ്റാണ്ടിൽ വെച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ലാറ്റിൻ ഈസി ആയിട്ട് സ്വീകരിക്കാമായിരുന്നു. കാര്യം നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആയ സംസ്കൃതത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ലാറ്റിൻ നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു ഭാഷാപരമായ ഡിഫിക്കൽറ്റി നമുക്കുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ശക്തിയുക്തം ലാറ്റിനെ എതിർത്തത്. അതായത് ലാറ്റിനിൽ പ്രാർത്ഥന ചെല്ലണമെന്ന് വെസ്റ്റേൺ മിഷണറിമാർ പറയുന്ന സമയത്താണ് നമ്മൾ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഭാഷ സുറിയാനിയാണ്. ഇത് മനസ്സിലാക്കിയ വെസ്റ്റേൺ മിഷണറിമാർ എന്ത് ചെയ്തു? ഈശോസഭക്കാരനായ ഫ്രാൻസിസ് റോസ്, ഞാൻ അടങ്ങുന്ന ഈശോസഭക്കാരനായ ഫ്രാൻസിസ് റോസ് എന്ന് പറഞ്ഞ അന്ന് യൂറോപ്പിൽ ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്ന സുറിയാനി പണ്ഡിതനായിരുന്നു. അദ്ദേഹം പോർച്ചുഗലിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ അവിടുത്തെ സെമിനാരികളിൽ കോർട്ടിലെ രാജാക്കന്മാരുടെ സദസ്സുകൾക്ക് സുറിയാനി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയിൽ നെസ്റ്റോറിയൻ ഹെരസി ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നതിനെയൊക്കെ കട്ട് ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ലാറ്റിൻ പ്രാർത്ഥനകളെ സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത്
ലാറ്റിൻ പ്രാർത്ഥനകൾ സുറിയാനില്ല, നമ്മൾ സുറിയാനിലേ ചെല്ലുള്ളൂ. അപ്പൊ അങ്ങനെ വരെ അവർ ട്രൈ ചെയ്തതിന്റെ കാര്യം സുറിയാനിയെ തൊട്ട് നമ്മൾ കളിക്കത്തില്ല. അതുകൊണ്ടാണ് ലാറ്റിൻ ഭാഷകൾ പോലും ആ ഒരു സുറിയാനിലേക്ക്. അപ്പൊ ഈ ഒരു കൾച്ചറൽ റിലീജിയസ് ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. രണ്ടാമത്തത് നമ്മുടെ ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. നമ്മുടെ ദൈവശാസ്ത്രപരമായി നമ്മളുടെ സ്വത്വബോധം ഉടക്കി കിടക്കുന്നത് സുറിയാനി ഭാഷയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ 16-ാം നൂറ്റാണ്ടിൽ ഈ സുറിയാനിയെ മാറ്റാൻ തുടങ്ങിയപ്പോൾ എതിർത്തത്. അല്ലാതെ എല്ലാവരും വിചാരിക്കരുത് നമുക്ക് എല്ലാവർക്കും സുറിയാനി അറിഞ്ഞിരുന്നുവെന്ന്. പക്ഷെ നമ്മുടെ സ്വത്വബോധത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഇത് കയറി. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ ചാൻറ്റുകൾ, കീർത്തനങ്ങൾ, നമ്മുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷകൾ അതെല്ലാം സുറിയാനി ഭാഷയിലായിരുന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ്, ദൈവത്തെ പറ്റിയുള്ള സനാതന സത്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിരുന്നത് സുറിയാനി ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ചാണ്. നമ്മൾ ദൈവത്തിന് ഉപയോഗിക്കുന്ന പദം ആർക്കെങ്കിലും പറയാമോ? സുറിയാനിയിൽ ഈസ്റ്റ് സ്ത്രീകൾ എന്താണ്? ഈസ്റ്റ് സുറിയാനിയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? അതിനെ കേൾക്കുന്നവര് ആലാഹ എന്നുള്ള പദമാണ്. ഈ സെമിറ്റിക് മതങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 അക്ഷരങ്ങളിലെ അക്ഷരങ്ങൾ കൂട്ടി അതിന്റെ ആകെത്തുകയായിട്ടുള്ള ഒരു ന്യൂമറിക്കൽ സയൻസ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ന്യൂമറിക്കൽ സയൻസിൽ ഒരുപാട് തിയോളജി അവർ അടക്കി വെക്കും. ഇവിടെ സുറിയാനിയുടെ അല്പമൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്, ചില കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളവരുണ്ട്. സുറിയാനിയിൽ ഏത് 3 വാക്കുകളാണ് ആലാഹ എന്ന പദത്തിൽ വരുന്നത്? ഒന്നാമത്തെ അക്ഷരം ആലപ്പാണ്. പിന്നെ വരുന്ന ഏതാണ്? ലാമത്. പിന്നെ വരുന്ന അക്ഷരം ഹേ. ഇത് 3 കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും വരാൻ പോകുന്നത്? ആലപ്പിനുള്ള ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. 10. പിന്നെ ലാമതിന് എത്രയായിരിക്കും? 15. ലാമതിന് 30 ആണ്. ലാമതിന് കൊടുത്തിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ 30 ആണ്. അതായത് യോദിന് 10, കാപ്പിന് 20, ലാമതിന് 30. അടുത്തത് ഹേയോ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ അക്ഷരമാണ്? ആലപ്പ്, വാവ്, അലപ്പ്, ബേസ്, ഗാമൽ, ദാലത്ത്, ഹേ. എത്രാമത്തെയാ? 5-ാമത്തത്. അപ്പോ 1 + 30 + 5 എത്രയാണ്? എത്രയാ? 36. ഈ 36 എന്ന പദത്തിന് സുറിയാനിയിൽ എല്ലാ പദങ്ങളെയും പോലെ തന്നെ ഇതുപോലെയുള്ള പ്രത്യേകിച്ച് നാമങ്ങൾക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. സുറിയാനിയിൽ 36 എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ള നമ്പറാണ്. എന്തുകൊണ്ടാണിത്? തൽമൂദിക് ട്രഡീഷനിൽ, അതായത് ജൂതന്മാരുടെ ട്രഡീഷനിൽ, ഈ തൽമൂദിക് ട്രഡീഷനിൽ 36 നീതിമാന്മാർ വന്നാണ് സമൂഹത്തെ രക്ഷിക്കുന്നത്. അത് എപ്പോഴെങ്കിലും സമൂഹത്തിൽ അധാർമികതയും അസന്തുലനാവസ്ഥയും ദൈവത്തെ മറന്നുള്ള മോശമായ കാര്യങ്ങളും അധാർമികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര പേരാ വരുന്നത്? 36 പേര് വന്ന് രക്ഷിക്കുമെന്ന് തൽമൂദിക് ട്രഡീഷന് വലിയൊരു വിശ്വാസമുണ്ട്. ഈ നമ്മുടെ ഈ ജൂതന്മാരിൽ നിന്ന് ആദ്യമായി ക്രിസ്ത്യാനികളായ ജുഡിയോ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആദ്യത്തെ ക്രൈസ്തവര് ഈ ആലാഹ എന്ന പദത്തിന് അർത്ഥം കൊടുത്തിരുന്നത്, അതായത് ഈ 36 പേരിൽ ഒരാളാണ് മിശിഹ എന്നാണ് അവർ സങ്കല്പിച്ചിരുന്നത്. മിശിഹ എന്ന ആളാണ്, അതായത് മശഹ് എന്ന് പറയുന്ന ആൾ 36 നീതിമാന്മാരിൽ ഒരാളാണ്. ഞാൻ പറഞ്ഞ തൽമൂദിക് ട്രഡീഷൻ പ്രോവബ്സിൽ വിവരിക്കുന്നുണ്ട് കൃത്യമായിട്ട് 36 പേരാണ് വരുന്നുള്ളത്. ഇനി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ നമ്മുടെ ഈശോ അയച്ചത് എത്ര പേരെയാണ്? അപ്പോസ്തലന്മാരെ അല്ലാതെ ശിഷ്യന്മാരെ എത്ര പേരെയാണ്? 72. ഈ 36ന്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് അപ്പൊ ഈ ഒരു നമ്പറിന്, അതായത് ജൂത സമുദായത്തിൽ ഒരു നമ്പറിന് എപ്പോഴും വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മളുടെ സുറിയാനി ഭാഷ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഉപയോഗിച്ചത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവരുടെ അന്നത്തെ പുണ്യപുരാതനമായ മെത്രാന്മാർ, നമ്മളുടെ ബാബിലോണിൽ നിന്നും സെലൂസിയ സെസിമോണിലും ഒക്കെ പറഞ്ഞിരുന്ന മെത്രാന്മാർ അവർക്ക് ഓതിക്കൊടുത്തിരുന്നു, നിങ്ങൾ സുറിയാനിയെ വിട്ടുകളയരുത്. കാരണം നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിലും, നിങ്ങൾക്കിത് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇതിനകത്ത് ഒരുപാട് ദൈവിക രഹസ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചരടുകളുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അവർ വിട്ടുകളയാഞ്ഞത്. അപ്പൊ എന്താണ്? ദൈവിക രഹസ്യങ്ങളെ വളരെ സിമ്പിളായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഭാഷയായിരുന്നു ഏത്? സുറിയാനി ഭാഷ. അതാണ് ഞാൻ പറഞ്ഞത്, മിസ്റ്ററീസ് ഓഫ് ദൈവത്തിന്റെ മിസ്റ്ററികൾ ഇതിനകത്ത് ഒളിപ്പിച്ചു വെക്കും. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയും പറഞ്ഞു തരാം. ഒന്നാമത്തൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വളരെ ലളിതമായിട്ടാണ് ഈ ക്ലാസ് പറയുന്നത്. കാരണം നമ്മുടെ വൈദികർ ഒരുപാട് അവഗാഹമുള്ളവരുണ്ട്, സുറിയാനി പഠിച്ചിട്ടുള്ളവർ പലരുണ്ട്. നമ്മുടെ ഡോക്ടർ മാർട്ടിനെ പോലുള്ളവരും മറ്റും
ഒത്തിരി പേര് ഇവിടെയുണ്ട്. പിന്നെ സുറിയാനിയെ പറ്റി അല്പം ഒക്കെ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ കണക്കിലാക്കി എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് പറയുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ പറയാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മളുടെ ഈ സുറിയാനി ദൈവശാസ്ത്രം അറിയാലോ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വന്നത് മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള സെലൂസിയസ് ലിസ്ബൺ കേന്ദ്രമാക്കിയിട്ടുള്ള, ബാബിലോൺ കേന്ദ്രമാക്കിയിട്ടുള്ള, നിനവെ ഉറുഹോ കേന്ദ്രമാക്കിയിട്ടുള്ള സുറിയാനി പൈതൃകത്തിൽ നിന്ന് വന്ന നമ്മുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ലത്തീനിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ എന്തു പറ്റും? ഈ പറയുന്ന രഹസ്യങ്ങളൊന്നും കൃത്യമായി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. അതിൻ്റെ രഹസ്യങ്ങളെ അതിൻ്റെ വാല്യൂ തരത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ അതിനെ എതിർത്തത്. ഇനി അങ്ങനെ മൊഴിമാറ്റം നടത്തി ലാറ്റിനിലേക്ക് മാറ്റുമ്പോൾ എന്താണോ നഷ്ടപ്പെടുന്നത്, അതാണ് നമ്മുടെ നഷ്ടപ്പെടാൻ പോകുന്ന ആധ്യാത്മികത എന്ന് നമ്മുടെ പിതാക്കന്മാർ മനസ്സിലാക്കി. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ, ആലാഹയെ പറ്റിയുള്ളൊരു ഉദാഹരണം. ഞാൻ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം പറയാം. നമ്മുടെ വിശ്വാസ പ്രമാണം പലർക്കും കാണാൻ, ഇതിനകത്ത് സുറിയാനി വായിക്കാൻ അറിയത്തില്ലെങ്കിലും പാടാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ജോസഫിന് ഇവിടെ ഇരിപ്പുണ്ട്. മുഹൈമനീനൻ ബിഹാദ് ബിഹാദ് ആലഹ അവ അഹീദുകോൾ എന്നുള്ളതാണ്. അതായത് മുഹൈമിനാൻ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് ബിഹാദ്? ബ് എന്ന് പറഞ്ഞാൽ ഇൻ, ഹാദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. മുഹൈമിനാൻ ബിഹാദ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഒന്നിൽ. ആ ഒന്ന് ഏതാണ്? മുഹൈമിനാൻ ബിഹാദ് ആലാഹ, ഒന്നായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. ഇനി ആ ദൈവത്തിന്റെ ആഡ്ജക്റ്റീവ് പറയുകയാണ്. ദൈവത്തിന്റെ നാമവിശേഷണങ്ങൾ എന്താണ് പറയുന്നത്? മലയാളത്തിൽ ആർക്കെങ്കിലും പറയാവോ? ദൈവത്തെ സൂചിപ്പിക്കുന്ന നാമവിശേഷണം നമ്മൾ മലയാളത്തിൽ സർവശക്തനും എന്താ? സർവശക്തൻ എന്നുള്ള പദമാണ് നമ്മൾ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇത് നമ്മൾ നിക്കിയ സൂനകദോസിലെ വിശ്വാസ പ്രമാണമാണ്. എന്താണ് സർവശക്തൻ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നിക്കിയ സൂനകദോസിലെ വിശ്വാസ പ്രമാണത്തോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. നിക്കിയ സൂനകദോസിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? പത്തേറ പാന്തോക്രാത്ത. പാന്തോക്രാത്ത എന്ന് പറഞ്ഞാൽ, പാന്തോ എന്ന് പറഞ്ഞാൽ ഓൾ, ക്രാത്തോർ എന്ന് പറഞ്ഞാൽ റൂളർ, അല്ലെങ്കിൽ വൺ ഹു ഹാസ് പവർ. ആർക്കാണോ അധികാരമുള്ളത്, ആർക്കാണോ ശക്തിയുള്ളത്, അവനാണ്. അപ്പോൾ പാന്തോ എല്ലാ അധികാരങ്ങളും ഉള്ളവനെയാണ് നിക്കിയ സൂനകദോസിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പാന്തോ ക്രാത്തോർ എന്നുള്ള പദമാണ്. ഏതിന്? ദൈവത്തിന്റെ ഓൾ മൈറ്റിയെ. പക്ഷെ നമ്മുടെ സുറിയാനി സഭാപിതാക്കന്മാർ, ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നും അറിയത്തില്ലല്ലോ, ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ട് പോകണം. നമ്മുടെ സുറിയാനി പിതാക്കന്മാർ ആദ്യ കാലങ്ങളിൽ തന്നെ എങ്ങനെയാണ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത്? ആഹീദ് കോൽ എന്നുള്ളതാണ്. ആഹീദ് എന്ന് പറഞ്ഞാൽ ഏഹാദിൽ നിന്ന് വരുന്നതാണ്. എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുക എന്നാണ്. ദ വൺ ഹു ഹോൾഡ്സ് എവ്രിതിങ്. അഹീദ്, ദ വൺ ഹു ഹോൾഡ്സ് എവ്രിതിങ്, എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുന്ന. കുൽ എന്ന് പറഞ്ഞാൽ ഓൾ, എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ആളെയാണ് ദൈവമായിട്ട് പറഞ്ഞത്. അപ്പം ഒംനിപൊട്ടൻസ്, സർവശക്തൻ എന്ന് നമ്മുടെ സുറിയാനി പിതാക്കന്മാർ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത്? ആഹീദ് പോലെന്നാ വെച്ചത്. അതായത് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. കണ്ടോ അവരെന്തുകൊണ്ടാണ്? എന്നാൽ സുറിയാനിയിൽ ഇതിനർത്ഥം ഇല്ലാഞ്ഞിട്ടാണോ? എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവിടെ സുറിയാനി പഠിച്ചവരുണ്ടാവും. ഹൈലാനാദ് ഖുൽ, ഹൈല എന്ന് പറഞ്ഞാൽ പവർ എന്നാണ്. ഹൈലാന എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവൻ. ഇത് കൂൽ, എല്ലാറ്റിൻ്റെയും മേൽ ശക്തിയുള്ളവൻ എന്നൊരു പദമുണ്ട് നമുക്ക്. ഒംനിപൊട്ടന്റ് എന്നൊരു പദമുണ്ട്. ഹൈമിനാൻ ബിഹാദ് ആലാഹ ഹൈലാന ഇത് കൂൽ എന്ന് വെച്ചാൽ മതിയാണ്. പക്ഷെ നമ്മുടെ സുറിയാനി പിതാക്കന്മാർ എന്താണ് ചെയ്തത്? ട്രാൻസ്ലേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഹൈമിനാൻ ബിഹാദ് ആവ ആഹീദ് കോൾ, എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുന്നവൻ. കണ്ടോ, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ നമ്മുടെ പിതാക്കന്മാർ എന്തിനാണ് ആഹീദ് കോൽ എന്നുള്ള പദം ചേർത്ത് വെച്ചത്? അതായത് സുറിയാനി സംസാര ഭാഷയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിൽ അധികാരം കാണിക്കാൻ, അധികാരം ആർക്കാണുള്ളത്? എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ കഴിവുള്ളവനാണ് സർവ്വശക്തിയുള്ളവരായിട്ട് അവർ കണക്കാക്കിയിരുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പുളുങ്ങുന്നിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾക്ക് അവിടെ 3 പള്ളികളുണ്ട്, പണ്ട് പുരാതനമായ പള്ളികൾ. നമ്മുടെ ചുണ്ടലിക്കാട്ടത്തിന് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾക്ക് അവിടെ ഉള്ളത് പുളുങ്ങുന്ന പള്ളിയുണ്ട്, ചമ്പക്കുളം പള്ളിയുണ്ട്, പിന്നെ എടത്തുവ പള്ളിയുണ്ട്. ഇത് 3 വലിയ പഴക്കമുള്ള പള്ളിയാണ്. ഇതിന് 3നും 8 കെട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 8 കെട്ട്, അതായത് ഈ 8 വലിയ മരക്കൊമ്പുകൾ അല്ലെങ്കിൽ തൂണുകൾ പോലുള്ള സാധനങ്ങൾ ഇതൊരു ചട്ടിയിലോട്ടാണ് കയറ്റുന്നത്. ഇതിന്റെ മുകളിൽ ഒരു ചട്ടി ഇരിക്കുന്നത്, ഒരു
മെറ്റലിന്റെ ചട്ടിയിലോട്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കഴുക്കോലിന്റെ അറ്റം വരുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞു, എൻ്റെ അപ്പനടക്കം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ എല്ലാ കഴുക്കോലുകളും കയറി എല്ലാവരും അടിച്ചടിച്ച് ആശാരിമാരെ എല്ലാ സൈഡിൽ നിന്നും അടിച്ച് എല്ലാം കയറ്റി ഒരേ സമയത്ത് അടിച്ചെങ്കിൽ ഈ ചട്ടിയിലോട്ട് കയറുള്ളൂ. അതായത് എല്ലാം കൂടെ ഒന്നിച്ച് ലോക്കാവും. ഒരെണ്ണം അടിക്കാനായിട്ട് സ്ലോ ആയിപ്പോയാൽ ഇതൊന്നും ഫിറ്റാകത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇങ്ങനെ ഇത് അടിക്കുന്നതിനൊരു ഒരു പ്രത്യേക രീതിശാസ്ത്രം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് മേലാശാരി എല്ലാവരെയും താഴെ ഇറക്കി വിടും. ഈ രഹസ്യങ്ങൾ വളരെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചിട്ടാണ് ഇതെവിടെ തട്ടിയാലാണ് ഇതെല്ലാം കൂടെ ഒരു ചട്ടിക്കുള്ളിലേക്ക് കയറുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് പിടിക്കുമ്പോഴാണ് ഈ പള്ളിയുടെ മേൽഭാഗം ഉറച്ചു നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ചമ്പക്കുളം പള്ളിക്കുമുണ്ട് എട്ടുകെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആഹീത് കോൽ എല്ലാത്തിനും കൂടെ ചേർന്ന് പിടിക്കണം. ഇപ്പൊ നമ്മുടെ രൂപതയിലെ ഒരു പിതാവിന്റെ ദൗത്യം, ഞാനിത് പറയുന്നത് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതിന്റെ കാര്യം, രൂപതയിലെ ഒരു പിതാവിന്റെ ദൗത്യം എല്ലാ മേഖലയും കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് പാസ്റ്റർ. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാം, എത്രയോ കമ്മീഷനുകളുണ്ട്, പിന്നെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികരുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കണം. അപ്പൊ ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാൾ, ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാണ് ശക്തിയുള്ളതെന്നാണ് ഒരു സുറിയാനി സാംസ്കാരിക ബോധത്തിലെ അർത്ഥം വ്യക്തമാകുന്നത്. അതല്ല ഗ്രീക്കിൽ അർത്ഥമാക്കുന്നത്. ഗ്രീക്കിൽ എങ്ങനെ വാളെടുത്താൽ അല്ലെങ്കിൽ ഒരു രാജാവ് ശക്തി എടുത്താൽ ഒരു കുതിരപ്പുറത്ത് പോയി എല്ലാവരും അടിച്ചിടുന്ന ഒരാളാണ് ഓൾ മൈറ്റി, ഓൾ പവർഫുൾ. പക്ഷെ ഇവിടെ അതല്ല. സുറിയാനി ബോധത്തിൽ എന്താണ് അർത്ഥം? സുറിയാനി ബോധത്തിൽ എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് ദൈവം. കണ്ടോ, ദൈവശാസ്ത്രം മാറിയത് കണ്ടോ? നമുക്ക് സുറിയാനിയിൽ ഹൈലാന ദുകൂൽ എന്നുള്ള പദം ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കുണ്ട്, തത്വതുല്യമായ പദമുണ്ട്. എല്ലാവരേക്കിടെ മേളിൽ ശക്തി പ്രകടിപ്പിക്കുന്ന പദങ്ങളൊക്കെ ഉണ്ട്. ഹൈല എന്ന് പറഞ്ഞാൽ പവർ എന്നാണ്. അപ്പൊ ഇതാണ് ഒരു ഭാഷ എന്തിനാണ് നമ്മൾ അതിന്റെ ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസ് ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സുറിയാനി പിതാക്കന്മാർ ഒരു കാരണവശാലും ഞങ്ങൾ ഈ ഭാഷയെ വിട്ട് കളിക്കത്തില്ല, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ ഭാഷയെ വിട്ട് കളിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസിന്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇന്ന് ആരാണ് ഈ സ്വർഗസ്നായ പിതാവ് ഇതിനകത്ത് പ്രാർത്ഥിച്ച ആരാണ്? നന്നായിട്ട് മനോഹരമായി പാടി. ഡിംപിളാണ്. അതിന്റെ ആദ്യത്തെ എങ്ങനെ പാടിയത്? തുടക്കം ഫസ്റ്റ് വേർഡ് എങ്ങനെയാണ്? ഓക്കെ, മതി, എനിക്ക് ആദ്യത്തെ പദം മതി. ആവൂൻ എന്നാണ് പദം. നമ്മൾ സ്വർഗസ്നായ പിതാവ് പറയുന്നത് എങ്ങനെയാ പറയുന്നത്? സ്വർഗസ്ഥനായ എന്നുള്ളത് മൂന്നാമത്തെ പദം സുറിയാനിൽ. ആവൂൻ ദ് ബസ്മയ്യ. ആവൂൻ ഞങ്ങളുടെ പിതാവ്. ദ് ആരാണ്? ഹൂ എന്നുള്ളതാണ് ദ്. ബസ്മയ്യ ഹൂ ഇൻ ദ ഹെവൻ, ഹൂ ഈസ് ഇൻ ദ ഹെവൻ. അപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് അത് മൊഴിമാറ്റം നടത്തിയപ്പം ആദ്യം വന്ന പദം ഏതാണ്? സ്വർഗസ്ഥനായ. മൂന്നാമത്തെ പദമാണ് നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ഒന്നാമത്തെ പദമായത്. ഇനി രണ്ടാമത്തെ പദം ഏതാ? നമ്മൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ സ്വർഗസ്ഥനായ അല്ല, ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങളാണ് ആദ്യം രണ്ടാമത്തെ പ്രധാനം വരുന്നത്. കാറ്റഗറി നോക്കി, ഒന്നാമത്തത് സ്വർഗസ്ഥനായ, രണ്ടാമത്തത് ഞങ്ങൾ, മൂന്നാമത്തെ ഏത് പദമാണ്? പിതാവേ. അപ്പം ഒരു സെമറ്റിക് ഭാഷയിൽ അത് ചിന്തിക്കാൻ പോയിട്ട് അത് ഹെരസ്യാണ്, അത് ശീഷ്മയാണ്, അത് പാഷാണ്ഡതയാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ആദ്യം ആർക്കാ പ്രാധാന്യം കൊടുക്കണ്ടേ? പിതാവിനാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ആവ എന്നുള്ള പദം വരുന്നത്. പിന്നാണ് ഊൻ വരുന്നത്. ഞങ്ങളുടെ എന്നുള്ള അതിനുള്ള സഫിക്സ് വരുന്നത് അതിന് ശേഷമാണ്. അപ്പൊ ഒരു സെമറ്റിക് ഭാഷയ്ക്കും പിതാവിന് മുകളിൽ, അതാണ് അതിന്റെ ക്രമം. കണ്ടോ? ആ ഊൻ ഇത് ബസ്മയ. അത് നമ്മൾ മൊഴിമാറ്റം നടത്തുമ്പോൾ എന്തായി? ദൈവം മൂന്നാമത്തെ പദത്തിലേക്ക് പോയി. ഇത് ഞാൻ തമാശ പറയുന്നതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ സുറിയാനി സഭാപിതാക്കന്മാരുടെയൊക്കെ പേര് കേട്ടിട്ടുണ്ട് നമ്മളല്ലേ? നമ്മുടെ യാക്കോബായ സഭയുടെ തലവനായിട്ടുള്ള പാത്രിയർക്കീസിനെ അവർക്കൊരു സ്ഥാനിക പേരുണ്ട്. എന്താണ്? എല്ലാവരുടെയും പേര് അതിനോട് ടാഗ് ചെയ്യുള്ളൂ. എന്താണ്? ഇപ്പോഴത്തെ പിതാവിന്റെ പേര് സക്ക എന്നാണ് അല്ലേ? അല്ല, അപ്രയം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള പേരെന്താണ്? ഇഗ്നാത്യോസ് മാർ അപ്രയം അല്ലേ? അത് എഴുതുന്നതിന് ആദ്യം ഉപയോഗിക്കുന്ന പദം ഏതാണെന്നറിയാം? ആലപ്പാണ്. സുറിയാനിയിലെ ആദ്യത്തെ പദമാണത്. അതായത് കേട്ടോ, സഭയുടെ തലവനാണ് ഇഗ്നാത്യോസ് എന്നുള്ള ആലപ്പ് കൊണ്ടാണ് എഴുതുന്നത്. രണ്ടാമത്തെ എന്താണ്? അതിന്റെ കീഴിൽ ജോലി ആളാണ്. രണ്ടാമത്തെ അക്ഷരം ഏതാണ് സുറിയാനിലെ? ബേത്താണ്. അതുകൊണ്ട് തുടങ്ങുന്ന ഒരാൾ പല പദങ്ങളും നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും പറയാമോ? സുറിയാനി സഭാപിതാക്കന്മാരെ ഉപയോഗിക്കാം. ബെസേലിയോസ് മാർ ക്ലീമീസ്, ബെസേലിയോസ് മാർ സിറിൽ മാർ ബെസേലിയോസ്. ബെസേലിയോസ് സ്ഥാനപ്പേരാണ്. അതായത് ആരുടെ കീഴിലാണ്? പാത്രിയർക്കീസിന്റെ കീഴിൽ വരുന്ന ആളാണ്. കണ്ടോ? ഓർഡർ കണ്ടോ? പദങ്ങൾ. അപ്പൊ ഈ ചുമ്മാ രസത്തിനിട്ടതല്ല. ഒരാൾക്ക് ബെസേലിയോസ് ഇട്ടേക്കാം, എന്നാൽ ഒരാൾക്ക് ഇഗ്നാത്യോസ് ഇട്ടേക്കാം. അങ്ങനെ ഇട്ടേക്കുന്നതല്ല. ബെസേലിയോ. അപ്പൊ ഇഗ്നാത്യോസ്, ബെസേലിയോസ്. മൂന്നാമത്തെ അക്ഷരം ഏതാണ്?
ആലപ്, ബെത്ത്, ഗാമൽ. ഗാമൽ കൊണ്ട് ആർക്കെങ്കിലും പറയാം എന്താ ഉപയോഗിക്കുന്നത്? ദാലത്ത്. ആർക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആരാണ്? ഒരാളുടെ പറഞ്ഞു, ഇപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു. ഗ്രിഗോറിയോസ്. നമ്മുടെ നാട്ടിലേക്ക് വെസ്റ്റ് സിറിയക് പാരമ്പര്യം കൊണ്ടുവന്നത് അത് തന്നെ. ഗ്രിഗോറിയസ് അബ്ദുൽ ജലീൽ എന്ന് പറഞ്ഞ മെത്രാനാണ് അന്ത്യോക്യൻ പാരമ്പര്യം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഗ്രിഗോറിയസ് മൂന്നാമത്തെ സ്ഥാനീയ പേരാണ്. ഇനി നാലാമത്തെ പേരുമുണ്ട്. അപ്പൊ നമ്മൾ ആലപ്പ് കണ്ട്, ബേത്ത് കണ്ട്, ഗാമല് കണ്ട്. ഇനി അടുത്ത അക്ഷരം ഏതാ? ദാലത്ത്. അതിന്റെ എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പേരുണ്ട്. ദിവന്യാസിയോസ്. സ്ഥാനീയ, അവരുടെ അധികാരത്തിന്റെ സൃഷ്ടി അത്. അല്ലാതെ ചുമ്മാ ഓരോരുത്തർക്ക് ഇടുന്നതല്ല പേര്. അവരുടെ അധികാരത്തിൽ ഓരോരുത്തരുടെയും ടൈറ്റിലിന് ശേഷമാണ് വരുന്നത്. ബെസേലിയോസ് മാർ ക്ലീമിസ്, ഇഗ്നാത്യോസ് മാർ അപ്രയം, ഓരോരുത്തരുടെ പേരിനോടൊപ്പം. അപ്പം ഞാനിത് ഉദ്ദേശിച്ചു വന്നത്, ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന് മുഴുവൻ ദൈവശാസ്ത്രമുണ്ട്. അപ്പൊ ഇത് നമ്മൾക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഭാഷകളെ നമ്മൾ കളയുന്നത്. അപ്പം നമ്മുടെ സഭാപിതാക്കന്മാർക്ക് അവർക്ക് ഇത് മുഴുവൻ അറിയത്തില്ലെങ്കിലും അവരെ അന്ന് വന്നിരുന്ന മെത്രാന്മാർ പറയുമായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഈ ഭാഷ കളയരുത്. ഈ ഭാഷയിൽ മുഴുവൻ ദൈവശാസ്ത്രവും, ഇത് തൊട്ടാലും തൊടുന്നിടത്തെല്ലാം ദൈവശാസ്ത്രവും ദൈവിക രഹസ്യങ്ങളും മാത്രമാണ്. അത് നിങ്ങൾ പഠിച്ചെടുക്കാമെങ്കിൽ പഠിച്ചെടുക്കൂ, പഠിച്ചെടുക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ അതിനെ കളയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരിതിനു വേണ്ടി ചാകാൻ തയ്യാറായത്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ എടുക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, നിങ്ങൾ ആരും മറക്കരുത്, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഐഡന്റിറ്റി. രണ്ടാമത്തത് ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസ്. നമ്മുടെ ദൈവശാസ്ത്രം മുഴുവൻ വാരിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് മുഴുവൻ മറന്നു കളഞ്ഞു. ഒന്നാമത്തെ കാര്യം മറക്കരുത്, ആഹീദ് കുൽ. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നവനാണ് ദൈവം എന്നുള്ള സങ്കല്പം നമ്മൾ കൊണ്ടുവന്നു. എല്ലാവരെയും അടിച്ച് വാളുകൊണ്ട് തകർക്കുന്ന ആളല്ല നമ്മുടെ സുറിയാനി സങ്കല്പത്തിലെ ഒരു ദൈവം. എല്ലാവരെയും ചേർത്ത് പിടിക്കുക. അതിനകത്ത് കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്തവൻ കാണും, പാടാൻ കഴിവുള്ളവൻ കാണും, സൗന്ദര്യമുള്ളവൻ കാണും, ഇല്ലാത്തവൻ കാണും. ഒരു പിതാവ് നമ്മൾ ഒരു രൂപതയിലെ മെത്രാൻ എങ്ങനെയൊക്കെയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്, അതിന്റെ ഒരു 10,000 മടങ്ങ് 20,000 മടങ്ങ് അതിന്റെ പൂർണ്ണതയിലേക്കുള്ള മടങ്ങാണ് ഒരു ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന ആ ഒരു സങ്കല്പം അല്ല നമുക്കുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ലിറ്റർജിക്കൽ സിഗ്നിഫിക്കൻസും ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാൻ പോവാണ്, ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി. ചരിത്രപരമായ നമ്മുടെ പിന്തുടർച്ച നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സുറിയാനി ഭാഷയോടൊപ്പമായിരുന്നു. കാരണം ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ടതാണ്. എന്താണ്? നമുക്കൊരു അപ്പസ്തോലിക് ട്രഡീഷനുണ്ട്. അതായത് സ്ലീഹന്മാരിൽ നിന്ന്, മിശിഹായുടെ സ്ലീഹന്മാരിൽ നിന്ന് നേരിട്ട് കിട്ടിയ വിശ്വാസം നമുക്കുണ്ട്. നമുക്ക് പുറത്തുനിന്ന് വന്നാൽ ആ അപ്പസ്തോലിക ട്രഡീഷൻ എല്ലാ കമ്മ്യൂണിറ്റികളും വ്യാഖ്യാനിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ സഭ പറയുമ്പോൾ അവർ പത്രോസിനെ ചാടി പറയുന്നു. അന്ത്യോക്യ പറയുന്ന എന്താണ്? പത്രോസ്ലിയുടെ പേര് പറയുന്നത്. നമ്മൾ ഈജിപ്തിൽ ചെന്ന മർക്കോസിന്റെ പേര് പറഞ്ഞു. അപ്പൊ അപ്പസ്തോലന്മാരുടെ പേരുകൾ അവർ പറയും. നമുക്കൊരു അപ്പോസ്തലനുണ്ട്. ആ കണ്ടിന്യൂറ്റി നടത്തുക. ആ അപ്പോസ്തലൻ സംസാരിച്ചതും പഠിപ്പിച്ചതും എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം ഈ സുറിയാനി ഭാഷയിലായിരുന്നു. അപ്പോൾ ഈ സുറിയാനി ഭാഷയിലൂടെയാണ് നമ്മുടെ അപ്പസ്തോലിക പാരമ്പര്യത്തിന്റെ ലിങ്ക് വന്നത്. അതുകൊണ്ട് ആ ഹിസ്റ്റോറിസിറ്റി, ചരിത്രപരമായി നമ്മൾ സുറിയാനി അറിയത്തില്ലായിരിക്കും നമ്മുടെ പിതാക്കന്മാർക്ക്. പക്ഷേ ഈ സുറിയാനി നമ്മളിൽ നിന്ന് മാറിപ്പോയാൽ നമ്മുടെ ചരിത്രം പോയെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കണ്ടോ? അതാണ് ചരിത്രപരമായ നമ്മുടെ. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. അപ്പസ്തോലിക ഹെറിറ്റേജിനെ പറ്റി പറയാനാണ് ഒരു ക്ലാസ് മുഴുവനുണ്ട്. ഞാൻ ഒരിക്കൽ ഓക്സ്ഫോർഡിൽ എന്നെ ഈ അടുത്തിടയ്ക്കാരുടെ ഒരാൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്സ്ഫോർഡിൽ ഒരു ബൈസന്റൈൻ ക്ലാസ്സിന് പോയി. ബൈസന്റൈൻകാരുടെ ലിറ്റർജിയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിന് പോയപ്പോഴത്തേക്ക്, ഓക്സ്ഫോർഡിലെ ഒരു കോളേജിലാണ്, എന്നോട് അവർ ചോദിച്ചു, താങ്കളുടെ മാതാപിതാക്കൾ ഹിന്ദുമതത്തിൽ നിന്ന് ഇത് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തതാണെന്ന്. ഹിന്ദുമതം മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹിന്ദുമതവും അതിൻ്റെ പൗത്രതയുണ്ട്. അപ്പം ഇവിടെ യൂറോപ്പിലെ പല സ്ഥലത്തും ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യ നൂറ്റാണ്ടിൽ ഈശോയുടെ നേരെ ശിഷ്യനായിട്ടുള്ള അപ്പസ്തോലൻ വന്ന് നമുക്ക് വലിയ വിശ്വാസ പൈതൃകം തന്നിരിക്കുകയാണ്. നമ്മളോട് ആണ് ചോദിക്കുന്നത് ഹൈന്ദവമതത്തിൽ നിന്ന് ചെയ്താണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവമതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനെ പറ്റി ഒന്നും മോശമല്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ തോമസ് ലിയം അങ്ങനെ മാമോദിസ മുക്കിയതും മറ്റേതെങ്കിലും ഹൈന്ദവമതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പസ്തോലിക പാരമ്പര്യം, ഈശോയിൽ നിന്ന് കണ്ണി മുറിയാതെയുള്ള അപ്പസ്തോലിക പാരമ്പര്യം നമുക്കുള്ളവരാണ്. നമുക്ക് എവിടെ പോയാലും അഭിമാനിക്കാനുള്ളവയുണ്ട്. ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, സുറിയാനി കളഞ്ഞാൽ ഞങ്ങൾ അപ്പസ്തോലിക പാരമ്പര്യം പോകും. കാര്യം ലാറ്റിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അപ്പസ്തോലിക പാരമ്പര്യം പീറ്ററുമായിട്ട് ബന്ധപ്പെട്ടു പോകും. നമ്മുടെ എല്ലാ അപ്പസ്തോലിക ഹെറിറ്റേജും അവിടെ തീരുകയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ പിതാക്കന്മാര് സുറിയാനിയെ ചേർത്ത് പിടിക്കാനായിട്ട് കാരണം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ 16-ാം നൂറ്റാണ്ടിന്റെ കോൺടെക്സ്റ്റിലാണ്. എന്തുകൊണ്ടാണ്?
നമ്മുടെ സ്വയംഭരണാവകാശം അത് നമ്മുടെ സുറിയാനിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇത് ഞാൻ വളരെ ചുരുക്കിയ പറയുന്നത്, പലർക്കും അറിയാവുന്നതായതുകൊണ്ട് നമുക്ക് എന്തായാലും സ്വയംഭരണാവകാശം നമ്മളുടെ കേരളത്തിലേക്കും മലങ്കരയിലേക്കും മലബാറിലേക്കും വന്നിരുന്ന മധ്യപൂർവേഷ്യയിൽ നിന്ന് വന്ന പിതാക്കന്മാർ അവർ താപസ വര്യന്മാരായിരുന്നു. അവരാകെ ചെയ്തിരുന്ന പരിപാടി എന്തായിരുന്നു? പട്ടം കൊടുക്കുക, പള്ളി കൂതാശയാണെങ്കിൽ ചെയ്യുക. നമുക്കധികം പള്ളികളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ആകെ ഉണ്ടായിരുന്ന 63 ഇടവകൾ മറ്റോ ഉള്ളായിരുന്നു. ഈ 16ാം നൂറ്റാണ്ടാകുമ്പോൾ 83 മാക്സിമം വന്നിരിക്കുന്നത് 80 ഇടവകളൊക്കെ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അധികം പള്ളികളൊന്നും പണിയേണ്ട കാര്യങ്ങളില്ല. അവരുടെ പട്ടം കൊടുക്കൽ ശുശ്രൂഷ നടത്തുക, അവരെപ്പോഴും താമസരായി പ്രാർത്ഥിക്കുക, വേറെ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വലിയ താപസ ശ്രേഷ്ഠരായിരുന്നു. അവർ നമ്മുടെ അധികാരങ്ങളിലൊന്നും കടന്നിരുന്നില്ല, പ്രവേശിച്ചിരുന്നില്ല. നമ്മൾ തന്നെയാണ് നമ്മളുടെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം നോക്കിയിരുന്നത്. പക്ഷേ ഈ ലാറ്റിനൈസേഷനിലൂടെ നടന്നത് എന്താണ്? ലാറ്റിൻ എന്നൊരു ഭാഷ മാത്രമല്ല കൊണ്ടുവന്നത്, അതിൻ്റെ പിറകിലുള്ള നിയമ സംവിധാനം കൂടെ നമ്മൾ അടിച്ചടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്കിവിടെ സുറിയാനി ഭാഷയുണ്ട്. അത് അടിച്ചേൽപ്പിക്കേണ്ട ഭാഷയല്ല, അത് ഞങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു ഭാഷയാണ് ഇവിടെ. ലാറ്റിൻ ഭാഷ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കാനൂനിക നിയമങ്ങളൂടെ നമ്മുടെ മുകളിലോട്ട് വെച്ചു. നമുക്ക് ഇന്ന സ്ഥലത്തെ നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുള്ളൂ, നമുക്കിത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് വേണ്ട. അപ്പം ഓട്ടോണമി, നമ്മുടെ സ്വയം ഭരണം, നമ്മളിൽ തന്നെ സ്വയം പര്യാപ്തരാണ്, നമുക്ക് ആവശ്യമായ ദൈവശാസ്ത്രമുണ്ട്, നിയമ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, നമ്മളെ ഭരിക്കാൻ ആത്മീയ ശ്രേഷ്ഠന്മാരുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വേണ്ടത് പറഞ്ഞത്. ഇത്രയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ 9:45 ഞാൻ പെട്ടെന്ന് എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളുടെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പോവാണ്. ഇനി സുറിയാനി ഭാഷയുടെ നമ്മുടെ ടൈറ്റിലുള്ളതുപോലെ സുറിയാനി ഭാഷയുടെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലിറ്റർജിയിൽ, നമ്മളുടെ ഈതോസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ ഈതോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തെ കാണുന്നതും ജീവിക്കുന്ന രീതിയുമാണ് ഈതോസ് എന്ന് പറയുന്നത്. അതിൽ സുറിയാനിക്കുള്ള പ്രാധാന്യം, ഈ സുറിയാനി ഞാൻ പറഞ്ഞല്ലോ, സുറിയാനിക്ക് മറ്റു ഭാഷകളിൽ നിന്ന്, സുറിയാനി മാത്രമല്ല സെമിറ്റിക് ഭാഷകൾക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഹീബ്രുവിനെ പറയുന്ന അരമായ ഭാഷയുടെ ഏറ്റവും മേജർ ഡയലക്റ്റ് ആയിട്ടുള്ള സുറിയാനി ഭാഷ, ഇതിനെല്ലാം ഭാഷാപരമായി തന്നെ ഒരു ശ്രേഷ്ഠതയുണ്ട്. ഞാനൊരു ഒരു ഭാഷാ വിദ്യാർത്ഥിയാണ്. ഇതിൽ പലരും ലിറ്ററേച്ചറൊക്കെ പഠിച്ചവരുണ്ടാകാം. ഭാഷയ്ക്ക് എന്താണ് പ്രത്യേകത? ഇത് 3 റൂട്ടിലാണ്. ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനുള്ളത് 3 ആൽഫബറ്റുകൾ ചേർന്ന്. ഏത് ആൽഫബറ്റുകളാണ്? വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളല്ല. ആ എ ഇ ഐ ഒ യു എന്നുള്ള സ്വരം തരുന്നതല്ല, ക ഗ ങ എന്നുള്ള സ്വരാക്ഷരങ്ങൾ അല്ല വ്യഞ്ജനാക്ഷരങ്ങൾ ചേർന്ന 3 രീതികളാണ്. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. സുറിയാനിയിൽ അവൻ എഴുതി എന്ന് പറയുന്നത് കിസാബ് എന്നാണ്. കിസാബ് എന്ന് പറഞ്ഞാൽ അവൻ എഴുതി എന്നാണ്. ഇംഗ്ലീഷിൽ അവൻ എഴുതി എന്നുള്ളതിന് എന്താണ്? ഹീ റോട്ട്. സുറിയാനിയിലെ അടുത്ത സങ്കല്പം ഇനിയാണ് ഞാൻ വരാൻ പോകുന്നത്. സുറിയാനിയിൽ ബുക്ക് എന്നുള്ള പദത്തിന് എന്താണ്? ഇതിനൊരു സ്വല്പം ഒരു ചായം കലർത്തി അങ്ങോട്ട് ഒഴിച്ചാൽ മതി, സുറിയാനിക്ക് ബുക്കായി. കിസാവ, ബുക്കായി. കിസാഫ്, അവൻ എഴുതുന്നത് എന്താണ്? അവൻ എഴുതുന്നത് ബുക്കാണ്, അതുകൊണ്ടാണ് കിസാവ. ചെറിയ ഒരു സ്വരം അതിനോട് ചേർത്തപ്പോൾ ഒരു ബുക്കായി. ഇംഗ്ലീഷിൽ നമ്മളൊരു ബുക്ക് പറയണമെങ്കിൽ എന്തായാലും ഹീ റോട്ട എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാകത്തില്ല. എന്താണ്? ബുക്ക് എന്നുള്ള പദം തന്നെ ഉപയോഗിക്കണം. കണ്ടോ? വേറൊരു സിസ്റ്റം. വളരെ ചുരുങ്ങിയ വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടും അതിൻ്റെ കൂടെ അല്പം സ്വരം ചാലിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അർത്ഥങ്ങൾ കിട്ടും. നമ്മുടെ അഭിവന്ദ്യ പിതാവ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞു, പിതാവ് സുറിയാനി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ടെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും അതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ് സുറിയാനി. കാരണം ഇതിനകത്ത് വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ, അതിൻ്റെ പെരിപ്പിക്കലുകളിലാണ് അർത്ഥം. ഒന്ന്, ഇതിനൊരു കൃത്യത വേണമെന്ന് ആരും പറയുന്നില്ല ഈ ഭാഷയ്ക്ക്. കാര്യം എന്താണ്? ഇതൊരു ഓറൽ ട്രഡീഷണൽ ഡെവലപ്പ് ചെയ്ത ഭാഷയാണ്, അൺലൈക്ക് ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ്? ഓറൽ ട്രഡീഷണലിൽ അവർക്ക് ആശയങ്ങൾ സംവേദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പെർഫെക്ഷൻ ആവശ്യമില്ല. ആശയങ്ങൾ, അതുകൊണ്ടാണ് 3 അക്ഷരത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫൊണീംസ് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. എഴുത്തു ഭാഷയിൽ അതല്ല, എഴുത്തു ഭാഷയിൽ ക്ലാരിറ്റി വേണം. അതിനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെയുള്ള ഈ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമ്മൾ പാസ്റ്റ് നെയിം, പ്രസന്റ് നെയിം, ഇപ്പോൾ നിലവിലിരിക്കുന്ന പ്രസന്റ് ടെൻസിനെയൊക്കെ ഉപയോഗിക്കുന്നത് എസ്, ഇ ഡി, ING ഇങ്ങനെയുള്ള പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. ഹി സ്റ്റഡീസ്, ഹി സ്റ്റഡീഡ്, അല്ലെങ്കിൽ സ്റ്റഡിയിങ്, ഇങ്ങനെയുള്ള ചെറിയ പദങ്ങൾ ചേർത്താൽ. പക്ഷെ സുറിയാനിൽ ഇതൊന്നും വേണ്ട. ഒരല്പം ആ 3 പദത്തിനോട് ഒരല്പം സ്വരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ എല്ലാമായി. അപ്പം വളരെ കുറച്ച് വാക്കുകളുണ്ട്, പക്ഷെ ആ വാക്കുകൾ കൊണ്ട് ഒരുപാട് അർത്ഥങ്ങൾ
പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ലളിതമായി പഠിക്കാവുന്ന ഒരു ഭാഷയാണ്. ഞാൻ പറഞ്ഞത് വലിയ പെർഫെക്ഷൻ ആവശ്യമില്ല ഈ ഭാഷയ്ക്ക്. കാര്യം കമ്മ്യൂണിക്കേഷൻ മാത്രം ഓറൽ ട്രഡീഷണൽ ഡെവലപ്പ് ചെയ്ത ഭാഷകളാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഭാഷകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ്. രണ്ട്, ഇതിൻ്റെ ഓർഡർ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിൽ നമ്മൾ ഈ സുറിയാനി ഭാഷയ്ക്കുള്ളൊരു ശ്രേഷ്ഠത കൂടി പറയുകയാണ്. ഈ ഒരു കാര്യങ്ങളും ഞാൻ പറയാൻ വിട്ടുപോയി. 3 സ്വരാക്ഷരങ്ങൾ ചേർന്നാണ് വരുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ സുറിയാനിൽ ക്ര, അവൻ കരഞ്ഞു എന്നുള്ള പദത്തിന് 2 സ്വരാക്ഷരമേ ഉള്ളൂ. ശരിക്കും അതിന് 3 സ്വരാക്ഷരം ഉണ്ടായിരുന്നു. ഒന്ന് ലോപിച്ചു പോയതാണ്. ചിലപ്പോൾ ഈ യോധെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ആലപ്പെന്ന് പറഞ്ഞതോ, യോധെന്ന് പറയുന്ന ഒരു സ്വരാക്ഷരം ഉണ്ടായിരുന്നു. യോധിന് ഒരു സ്വരത്തിൻ്റെ ഒരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഒരു ഗമയില്ലാത്തതുകൊണ്ട് അത് ലോപിച്ചു പോയതാണ്. യാ എന്നുള്ളതിന് ഒരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഒരു ചുവയില്ല, അതങ്ങ് ലോപിച്ചു പോയതാണ്. അപ്പോൾ എല്ലാ പദങ്ങൾക്കും 3 എണ്ണം ഉണ്ട്. ഈ 3 പെർഫെക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ്, അതായത് സെമിറ്റിക് റിലീജിയനിൽ 3 എന്നുള്ളത് പെർഫെക്ഷനാണ്. ആ സെമിറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞ നമ്മുടെ മതത്തിനുള്ള എന്താണ് പ്രത്യേകത? ക്രിസ്തു മതത്തിലെ ദൈവസങ്കല്പം എന്താണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ. അവരുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് പൂർണ്ണത നിൽക്കുന്നത്. അവരുടെ സ്നേഹത്തിൽ എവിടെയെങ്കിലും വിള്ളൽ വന്നാൽ നമ്മൾ മറിഞ്ഞുപോയി. അപ്പം നോക്കിക്കേ, ഈ ഈ ഈ ഒരു 3 എന്നുള്ള ദൈവീക സത്യമാണത്. ആ സത്യം ഭാഷയിൽ തന്നെ പ്രകടിപ്പിക്കുന്ന ഭാഷയാണിത്. കിട്ടിയില്ലേ? അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 3ാമത്തെ കാര്യം, ഇത് പ്രവൃത്തി കേന്ദ്രീകൃതമായ ഒരു ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ക്രിയ കേന്ദ്രീകൃതമായതാണ്. എൻ്റെ അമ്മച്ചി ഒരു ഹിന്ദി ടീച്ചറായിരുന്നു. അതുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, ക്രിയയോട് കാര്യങ്ങൾ ചോദിക്കുക. ആര് അല്ലെങ്കിൽ എന്തിന് എന്ന് ക്രിയയോട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമെങ്കിൽ, വ്യക്തമായ ഉത്തരം കിട്ടുമെങ്കിൽ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള വെർബായിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിരുന്ന രഹസ്യമാണ്. വാട്ട് അല്ലെങ്കിൽ ഹൗ, ഹു എന്നൊക്കെ അതിനോട് ചോദിക്കുക എന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയിൽ എപ്പോഴും തുടങ്ങുന്നത് ക്രിയയിലാണ് തുടങ്ങുന്നത്. അതിൻ്റെ ദൈവശാസ്ത്രം മുഴുവൻ അത് പറയുന്നുണ്ട്. പ്രവൃത്തി കേന്ദ്രീകൃതമായ ഒരു ഭാഷയാണത്. ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പാമ്പിനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. രാമൻ പാമ്പിനെ കൊന്നു, രാമൻ സീതയെ കൊന്നു, അങ്ങനെയൊക്കെയുള്ള. അത് നമുക്ക് പറയാം, പാമ്പിനെ കൊന്നു, ഐ കിൽഡ് എ സ്നേക്ക് എന്നുള്ളതാണ്. അവിടെ എന്തില്ല തുടങ്ങുന്നത്? സബ്ജക്റ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നൗണിന്റെ സങ്കല്പമാണ് അവൂൻ എന്ന് പറഞ്ഞത്. പക്ഷെ ക്രിയ കേന്ദ്രീകൃതമാക്കി വരുമ്പോൾ എപ്പോഴും സബ്ജക്റ്റാണ് ആദ്യം വെക്കുന്നത്. ഐ കിൽഡ് എ സ്നേക്ക്. പക്ഷെ സുറിയാനിൽ അതില്ല. എല്ലാം ആ വെർബിൽ തന്നെ ചേർക്കാം. ഞാൻ കൊന്നതും കൊല്ലപ്പെടുന്ന ആളെ എല്ലാം കൂടെ ആ വെർബിലോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പദത്തിൽ നിൽക്കുമല്ല. അത്രമാത്രം പ്രിസൈസ് ആയിട്ട് വെർബിൽ ഒതുങ്ങി നിൽക്കുന്ന. അതാ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സുറിയാനി ഭാഷയ്ക്ക് 3 ടെൻസുകളോ 4 ടെൻസുകളോ ഒന്നുമില്ല. 2 ടെൻസേ ഉള്ളൂ. ഒന്ന് പെർഫെക്റ്റഡ്, ഒന്ന് ഇംപെർഫെക്റ്റ്. പൂർത്തിയായതും പൂർത്തിയാകാനിരിക്കുന്നതും. ഇതതിൻ്റെ ദൈവസങ്കല്പമാണ്. നല്ല ഗ്രാമർ ബുക്കുകളാണ്. ഇപ്പോൾ ഈ ഇംഗ്ലീഷുകാർ എഴുതുന്ന ഗ്രാമർ ബുക്കുകൾ, സുറിയാനിയുടെ ഗ്രാമർ ബുക്കുകൾ അവർ ഇംഗ്ലീഷ് സ്റ്റൈലിലേക്കാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുറിയാനിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമർ ബുക്കുകളിൽ 2 ടെൻസേ ഉള്ളൂ. ഒന്ന് പൂർത്തിയായത്, മറ്റൊന്ന് പൂർത്തിയാകാനിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള കാര്യത്തെപ്പറ്റി സുറിയാനി പറയാത്തത്? ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പൂർത്തിയായതും ഒന്ന് പൂർത്തിയാകാനിരിക്കുന്നതും. സുറിയാനി ഒരിക്കലും പ്രസന്റിനെ പറ്റി പറയുന്നില്ല. ഉണ്ടെങ്കിൽ ചേർന്നത് അതിൻ്റെ കൂടെ നായ എന്നുള്ള ഒരു പദം ചേർക്കുകയാണ്, അല്ലെ നായോ ജ്ഞാനോ എന്തെങ്കിലും ചേർക്കുകയാണ്. ഇപ്പം ഞാൻ കോത്തേൽന എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലുന്നു, നാ എന്നുള്ളത് എന്നെ ചേർക്കുന്നതാണ്. കോത്തേൽ ശരിക്കും അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ളത് പെർഫെക്റ്റും ഇംപെർഫെക്റ്റും മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്നറിയോ? ഒന്നും മനുഷ്യൻ്റെ കയ്യിലുള്ളതല്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ് കാണിക്കാൻ. പൂർത്തിയായത് ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പൂർത്തിയാകാനിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്. പ്രസന്റിനെ പറ്റി മിണ്ടുന്നേ ഇല്ല, കാരണം നമുക്ക് അതിൻ്റെ മേലുള്ള യാതൊരു അധികാരവും ഇല്ല. പ്രസന്റ് നമ്മൾ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു ദൈവിക സങ്കല്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സെമിറ്റിക് ഭാഷകളെല്ലാം തന്നെ അതിൻ്റെ ഒരു ദൈവ സങ്കല്പത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. പ്രിമിറ്റീവ് ലാംഗ്വേജസ് ആയതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ കാര്യം നമ്മളുടെ ഇന്നത്തെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ടൈറ്റിൽ എല്ലാത്തിൻ്റെ ഉത്തരം കൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. അതായത് എനിക്ക് പറഞ്ഞിരിക്കുന്നത് ലൈഫ്, ലിറ്റർജി, ഈതോസ്. ഞാൻ ലിറ്റർജിയുടെ കാര്യം വളരെ ചുരുക്കമായിട്ട് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ലൈഫിനെ പറ്റി നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പറ്റി കോട്ട് ചെയ്ത് പറഞ്ഞു. ഈതോസിനെ പറ്റി പറഞ്ഞു, കൾച്ചർ, ഒരു ഭാഷ കൊണ്ടുവരുന്ന കൾച്ചർ. ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്, നമ്മുടെ സമയം തീരുകയാണ്. ചോദ്യത്തിന് സമയമില്ല. ഈ പണ്ട് മാതൃഭൂമിയിൽ ഒരിക്കൽ ഈ
ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് മാതൃഭൂമിയിലൊരു ഇതുണ്ട്, ഭാഷാ സെല്ല് എന്നുണ്ട്. അത് അവർ പ്രത്യേക പണ്ഡിതന്മാരെയൊക്കെ ചേർത്ത്, ചിലപ്പം നമ്മുടെ അഞ്ചാനിക്കലച്ചനൊക്കെ അറിയായിരിക്കും, അച്ഛൻ ഭാഷാ പണ്ഡിതനൊക്കെ ആയതുകൊണ്ട് ഈ ഭാഷയ്ക്ക് ഓരോ പദങ്ങൾ പുതിയത് കണ്ടെത്താൻ വേണ്ടി ചേരും. അന്ന് നമുക്കുണ്ടായിരുന്ന, അന്ന് അവിടെ പതാക കത്തിക്കുന്ന ഒരു പരിപാടിയാണ്, ദേശീയ പതാക കത്തിക്കുന്ന ഒരു പരിപാടിയൊക്കെ നടന്നിരുന്നു. അപ്പം നമുക്കൊരു പദമുണ്ട്, നാഷണൽ ഫ്ലാഗ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്. നമ്മൾ CRPF എന്നൊക്കെ പറഞ്ഞതുപോലെ അതിർത്തി കാക്കുന്നവർ, സിവിലായിട്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്കുള്ളിൽ നോക്കുന്ന പോലീസുകാർ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ഇതിനു വേണ്ടിയുള്ളതാണ് അവർ ഈ ദേശീയ പതാക നോക്കുന്നവരാണ്. അവരുടെ പേര് നാഷണൽ ഫ്ലാഗ് പ്രൊട്ടക്ഷൻ ഫോഴ്സ്. അപ്പൊ ഇത് പല പത്രങ്ങളിലും അതും അങ്ങനെ തന്നെ ഇട്ടിരുന്നത്. മാതൃഭൂമിക്കാർ വർഷങ്ങളോളം ഈ പദം ഇങ്ങനെ തന്നെ ഇട്ടു. അവസാനം അവരത് മൊഴി മാറ്റം നടത്തി. എങ്ങനെയാണ് നടത്തിയെന്നറിയാമോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ദേശീയ പതാക സംരക്ഷണ സേന. നാഷണൽ എന്നുള്ളത് ദേശീയ, ഫ്ലാഗ് എന്നുള്ളത് പതാക, പ്രൊട്ടക്ഷൻ എന്നുള്ളത് സംരക്ഷണ, ഫോഴ്സ് എന്നുള്ളത് സേന. ഈ 4 പദങ്ങൾ വിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു അല്പം ലിംഗ്വിസ്റ്റിക് ബോധമുള്ളവരാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും ഇത് ഏത് 4 പദങ്ങളും വന്നിരിക്കുന്നത് എവിടുന്നാണ്? സംസ്കൃതത്തിൽ നിന്നാണ്, അല്ലേ? ഇത് 4 സംസ്കൃത പദങ്ങളാണ്. ഇതേ പദം അതേ കാലത്ത് നമ്മുടെ തമിഴ്നാട്ടുകാർ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു. അവരെല്ലാം തമിഴിൽ ഉപയോഗിക്കുള്ളൂ. നമ്മളെ കാര്യം തന്നെ അവർ തമിഴിലേക്ക് അടിക്കില്ല. എങ്ങനെയാണെന്ന് അറിയാതെ, കൊടി കാക്കും പടൈ, കൊടി കാക്കും പടൈ. ആ, അപ്പൊ നമ്മൾ ദേശീയ പതാക സംരക്ഷണ സേന എന്ന് പറയുമ്പോൾ ഒരു തണുത്ത നയവ, അതിന്റെ വികാരങ്ങൾ ഒന്നും കൊണ്ടുവരുന്നില്ല. കാരണം സംസ്കൃതം ആർക്ക് റിസർവ് ചെയ്ത ഭാഷയായിരുന്നു? അപ്പർ ക്ലാസ്സിന്. ആരെങ്കിലും അത് കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഒഴിക്കുമായിരുന്നു നമ്മുടെ. അപ്പൊ അതുകൊണ്ട് നമ്മളിൽ നിന്ന് അന്യം നിന്ന, നമ്മളിൽ നിന്ന് അകന്നു നിന്നൊരു ഭാഷയായിരുന്നു അത്. അവർക്ക് ആർക്കും അത് പറയാൻ പോലും, സംസ്കൃതം പറഞ്ഞാൽ അവരെ നാക്ക് ചെത്തിക്കളയുമായിരുന്നു. നമുക്ക് ആ വികാരം അത് കൊണ്ടുവരത്തില്ല. നമ്മൾ ബ്രാഹ്മണനെ പോലെ ആകാൻ വേണ്ടി എന്ത് ചെയ്തു? ആ ഭാഷ ഉപയോഗിച്ചു. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് എല്ലാവർക്കും ഈ സുറിയാനി പാട്ടുകളെല്ലാം അർത്ഥം അറിയത്തില്ലെങ്കിലും കാണാൻ അറിയായിരുന്നു. എല്ലാവരും ചേർന്ന് പാടുമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ അപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ അവർക്കെല്ലാം ഈ കന്ദീശാല എല്ലാ പാട്ടുകളും അറിയും. ആ സ്നേഹം കൊണ്ട് അവർ ചെയ്തിരുന്നു, അല്ലാതെ അവർക്ക് അതിനോട് വെറുപ്പില്ലായിരുന്നു സംസ്കൃത ഭാഷയോട് പോലെ. അതേസമയം തമിഴന്മാർ ആദ്യകാലം മുതലേ അവർ സംസ്കൃതമല്ല അവർക്ക് പ്രാധാന്യം, ദ്രാവിഡ ഭാഷ, ഞങ്ങളുടെ ഭാഷ ആദ്യ ഭാഷയാണ്. കൊടി കാക്കും പടൈ. കൊടി കാക്കും പടൈ എന്ന് പറഞ്ഞാൽ തന്നെ ആ പട എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഫോഴ്സ്, ആ പതാക സംരക്ഷിക്കാൻ ഓടിയെത്താനുള്ള ചങ്കൂറ്റ അവർക്ക് വരികയാണ്. കണ്ടോ, ഒരു ഭാഷ കൊണ്ടുവരുന്ന വികാരമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ അനിൽ പലച്ചൂർ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്, വളരെ പ്രശസ്തമായ പാട്ട്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഏതാ പാട്ട്? ആരെങ്കിലും മൂളാവോ? ശരി, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടുന്നു. അതെ, ഞാൻ അത് ആരാണ്ട് അജിതാമോളാണ് പാടുന്നത്. നല്ല പാട്ടുകാരിയാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും അപ്പോ ഈ പാട്ട് ഞാൻ പലപ്പോഴും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചോരയ്ക്ക് പകരം രക്തം വീണ മണ്ണിനൊരു പ്രത്യേകതയില്ല. ചോര, ഞാൻ ചോര തന്നതാണ്, കണ്ടല്ലേ? പിന്നെ ചിലർ പറയുന്നുണ്ട് ചങ്ക്, ഹൃദയം എന്നുള്ള പദം ഉപയോഗിക്കില്ല, ചങ്കിലെ ചോര. പിന്നെ ഓരോ പദങ്ങൾ ചൂസ് ചെയ്യുമ്പം അത് സംവേദനം ചെയ്യുന്ന അർത്ഥം അതുപോലെയാണ്. ജീവൻ എന്നതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രാണൻ, കണ്ടോ? പ്രാണനും ജീവനൊരു ചത്ത വേടാണ്. പക്ഷെ പ്രാണനാണെങ്കിലോ, ഞാൻ പ്രാണൻ തന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സുറിയാനി ഭാഷയിലെ കുറച്ചു വാക്കുകളാണെങ്കിൽ പോലും നമ്മൾ ചെറിയ 1-2 വാക്കുകൾ പഠിച്ചാൽ മതി, നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തണം. 3 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സോറി, ക്ഷമിക്കണം, ഇച്ചിരി നീണ്ടുപോയതിൽ.